കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവോടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ സുധി എക്സസൈസ് ഒക്കെ ചെയ്ത ടെറസിന്റെ മുകളിൽ നിൽക്കുകയാണ്. ആ സമയത്ത് സുധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. സുധി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്താ വിളിക്കുന്നത്. ഇവനെന്തിനാ പോലും ഈ സമയത്ത് വിളിക്കണേ? എടുത്ത് നോക്കിയേക്കാം, ചിലപ്പോ അറിയാതെങ്ങാനും കോള് വന്നാണോ? അല്ല, ബെല്ലടിക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് കോൾ എടുക്കണം. എന്താടാ ശ്രീകാന്തെ, നിനക്ക് നമ്പർ മാറിപ്പോയതാണോ അതോ ഇനിയിപ്പം നമ്പർ ഡയൽ ചെയ്ത് തെറ്റിപ്പോയതാണോ ചോദിക്കാം. അതെന്താ സുധിയേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ വിളിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചാ. അന്ന് ഒളിച്ചോടി പോയതിനു ശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ല, പോലീസ് സ്റ്റേഷൻ വെച്ച് അവസാനം കണ്ടതല്ലേ എന്ന് ചോദിക്കോ. ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് സുധിയേട്ടാന്ന് പറയാ. പിന്നെ എങ്ങനെ പറയണം? നീ കാരണം അച്ഛൻ ആ ഒരു അവസ്ഥ ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഭൂകമ്പങ്ങളാ നടന്നതെന്ന് നിനക്കറിയാലോ. ഇനിയിപ്പം നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ഇനി എന്നെയും കൂടെ മിക്കവാറും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനാണോ? ദൈവത്തെ ഉറച്ച് ചതിക്കില്ലെന്ന് പറയാം. ഇത് സുധിയേട്ടാ, ഞാൻ അതിനൊന്നും വിളിച്ചല്ല. നിങ്ങളെല്ലാരും കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് വിളിച്ചാന്ന് പറയാം. നിനക്ക് വിഷമോ? ആഹാ, അത് കൊള്ളാലോടാ. എന്താ സുധിയേട്ടാ, എനിക്ക് വിഷമം പാടില്ലേ? എന്നെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ എത്രമാത്രം വിഷമത്തോടെ കഴിയണേന്ന്? ഓ, നിനക്ക് ഭയങ്കര വിഷമമായിരിക്കുമല്ലേ? നിനക്ക് എന്തിനാടാ വിഷമം? നീ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ, പിന്നെ നിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു സമാധാനം ഉള്ളതെന്ന് പറഞ്ഞാ അമ്മ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത്. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? അതെ, പക്ഷേങ്കിലേ സച്ചി അടഞ്ഞു നിൽക്കുക. അവന് ഒരു കാരണവശാൽ നീ ഇങ്ങോട്ട് വരാനായിട്ട് സമ്മതിക്കില്ല. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടെന്നാ പറഞ്ഞേ. ഇത് കേട്ടപ്പം ശ്രീകാന്തോട് സച്ചിയേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, സച്ചിയേട്ടൻ നോക്കുമ്പോ ഞാൻ കാരണമല്ലേ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നതും ലോക്കപ്പിലായതൊക്കെ. അത് മാത്രോ, അച്ഛൻ അസുഖം ഉണ്ടാകാൻ കാരണം ഞാനല്ലേ. അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കും. അതുകൊണ്ടൊന്നും അല്ലടാ, അച്ഛൻ അസുഖം ഉണ്ടായത് അവൻ കാരണമെന്ന് പറയാ. നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയാ. എന്നാലും സുധിയേട്ടാ, ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അതുകൊണ്ടായിരിക്കും സച്ചിയേട്ടൻ അങ്ങനെ പറയണേ. സച്ചിനെ അങ്ങോട്ട് ചേർത്ത് നിർത്തി പറയണ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സുധിക്ക്. സുധി പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പൊ നീ അതൊന്നും ചിന്തിക്കണ്ട. നീ ഇനിയിപ്പം അച്ഛൻ വിളിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ അച്ഛൻ വിളിക്കണ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടെന്ന് പറയാം. എന്ത് ഡിമാൻഡ്? നിന്റെ ഭാര്യയുടെ വീട്ടുകാരുണ്ടല്ലോ, അവര് നിന്നെ ഇവിടെ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നിന്നെ അംഗീകരിക്കോളെന്നാ പറയണേ. ആ, നടന്നത് തന്നെ. അതൊരു കാരണവശാലും നടക്കില്ലെന്ന കാര്യം ശ്രീകാന്തൻ അറിയാം. പിന്നീട് ശ്രീകാന്തിനോട് സുധി പറഞ്ഞു, ഓ, നിനക്ക് ലക്കല്ലേ കിട്ടിയിരിക്കുന്നേ, ഒരു പണക്കാരി പെണ്ണിനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നേ. നിന്റെ അമ്മായിപ്പം വലിയ പണക്കാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞെന്ന് പറയാം. ഇതൊക്കെ ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അമ്മ ഇവിടെ പറഞ്ഞാന്ന് പറയാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനേ വർഷേനെയാ സ്നേഹിച്ച, അവളെ ഞാൻ വിവാഹം കഴിച്ചല്ലാതെ അവളുടെ വീട്ടുകാരെ അവളുടെ പണത്തെ ഒന്നും അല്ല ഞാൻ സ്നേഹിച്ചെന്ന് പറയാം. അല്ല, ഇതെന്തിനാ സുധിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? സുധിയേട്ടനും വലിയൊരു വീട്ടിൽ നിന്ന് തന്നെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നേ. മലേഷ്യയിൽ ബിസിനസ് ഉള്ള അച്ഛന്റെ മോളല്ലേ, അത് ഒറ്റ മോള്. പിന്നെന്താ? അത് പറച്ചില് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുവരെയായിട്ട് അവിടുത്തെ ഫോൺ കോളോ അല്ലെ അവരോട് സംസാരിക്കുവോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. എന്നാലും കുഴപ്പമൊന്നുമില്ല, അവര് നല്ല വലിയ വീട്ടിലെ പെൺകുട്ടി തന്നെയല്ലേ. പോരാത്തനും നല്ല സ്നേഹമുള്ളല്ലേ നിൽക്കും. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നിന്റെ അത്ര വലിയ ഭാഗ്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നില്ലെന്ന് പറയാം. ദേ, കിട്ടിയതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ നോക്കൂ സുധിയേട്ടാ എന്ന് ശ്രീകാന്ത് പറയാം. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എനിക്കും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സച്ചിക്കോ രേവതിക്കോ അവർക്കൊന്നും ആഗ്രഹമില്ലെന്ന് പറയാം. സാരമില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വർഷ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്നേ. ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു, അതെ സുധിയേട്ടാ, ഞാൻ ഫോൺ വെക്കുക, അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. വർഷ ഇറങ്ങി വന്നപ്പോഴത്തേനും ശ്രീകാന്ത് കോള് കട്ട് ചെയ്യുന്നുണ്ടേ. ആരാ ശ്രീകാന്തെ, ആരാ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഏട്ടൻ വിളിച്ചപ്പോ എന്തിനാ ഞാൻ വന്നപ്പോ കട്ട് ചെയ്ത? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അല്ല, അത് പിന്നെ ഏട്ടൻ ഓരോന്ന് ഇങ്ങനെ പറയുവേ, അത് പിന്നെ നീ കേട്ട് വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി. എന്ത് പറയുമെന്ന്? അത് ഏട്ടൻ ചുമ്മാ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തോ ഒരു കള്ളത്തരം ഉണ്ട്, സത്യം പറ, ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വീട്ടിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ച, അപ്പൊ അച്ഛൻ ചിലപ്പോൾ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതിനെക്കുറിച്ച് പറഞ്ഞാന്ന് പറയാം. ഓഹോ, എന്നിട്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞു? അല്ല, അച്ഛൻ വിളിക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണോ? അങ്ങനെ തന്നെ ശ്രീകാന്ത് ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമുണ്ടോ? ഞാനിവിടെ വരണ്ടേ? അതോ ഇനിയിപ്പോ ശ്രീകാന്ത് തന്നെ പോകുന്നുള്ളോ? അതെന്താ വർഷം അങ്ങനെ പറഞ്ഞേ? നീ ഇല്ലാതെ ഞാൻ പോകുമെന്ന് ചോദിക്കാം. എന്നാ പിന്നെ ശ്രീകാന്തിന് പറയാൻ മേലായിരുന്നോ? ഞാനും കൂടെ എന്നോടും കൂടെ ചോദിക്കട്ടെ, അവളും കൂടെ വരുമെങ്കിൽ മാത്രം ഞാൻ വരുന്നുള്ളെന്ന്. അങ്ങനെയാണോ ശ്രീകാന്ത് ചെയ്തേ? അല്ലല്ലോ, ശ്രീകാന്ത് സ്വന്തം ഇഷ്ടം അങ്ങോട്ട് പറയല്ലേ ചെയ്തേ. അതാണോ അതിന്റെ ശരിയെന്ന് ചോദിക്കുക. അതിന്റെ മര്യാദ ഏതാണോ ശ്രീകാന്തേ?
അല്ല, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്റെ ഇഷ്ടം തന്നെയല്ലേ നിനക്ക് ഇഷ്ടം എന്ന് ആര് പറഞ്ഞു? എനിക്ക് എന്റേതായ ഇഷ്ടമുണ്ട്. നിങ്ങളുടെ ഏട്ടനാ സച്ചിയുള്ള വീട്ടിലേക്ക് ഞാൻ വരണമില്ലേ? അതിനീ വർഷ വേറൊരു ജന്മം ജനിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ദേ, നിന്നെ കല്യാണം കഴിച്ചെന്നോർത്തോണ്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയൊക്കെ വേണ്ടേ? അവരോടുള്ള നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. അതില്ലാതെ പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു, പിന്നെ ഇതുപോലെ തന്നെ അച്ഛനും അമ്മയും എനിക്കും ഉണ്ടെന്ന് പറയാം. പക്ഷെ നിന്റെ കൂട്ടല്ല എന്റെ അച്ഛനും അമ്മ, അവർക്ക് ഭയങ്കര സ്നേഹമാ. ഞങ്ങൾ അത്ര നന്നായിട്ട് ജീവിച്ചോണ്ടിരുന്ന. പിന്നെ എന്നോട് പിന്നെ എന്റെ കാരണന്മാർക്ക് വെറുപ്പാണല്ലോ ഉള്ളത്. കൂടുതലൊന്നും പറയണ്ട ശ്രീകാന്തെ, വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുളണ്ടാന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, പക്ഷെ നീ ഇങ്ങനൊന്നും പറയില്ല. സച്ചേട്ടനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ. സച്ചേട്ടൻ ആള് പാവാ. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയാം. പിന്നെ ആള് പാവാണ് പോലും. എന്നിട്ടല്ലേ അമ്മാതിരി വന്ന് നിന്നെ തല്ലുമൊക്കെ ചെയ്തേ? അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ വർഷേ? സ്നേഹം കൊണ്ട് ഇങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നേ. അത് പിന്നെ അത്രമാത്രം ഞാനും സച്ചേട്ടനും ഒക്കെ അടുപ്പത്തിലായിരുന്നു അറിയാവോ. വൈകുന്നേരം ഒക്കെ കിടക്കാൻ നേരം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണേ. എന്തൊരു സ്നേഹമായിരുന്നു അറിയോ. അങ്ങനെ കിടന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ സച്ചേട്ടന് സഹിക്കാൻ പറ്റിയില്ല. സുധിയേട്ടനെക്കാളും അടുപ്പം സച്ചേട്ടൻ എന്നോടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം സച്ചേട്ടൻ എന്നോട് കാണും. അതുകൊണ്ടാ. അല്ലെങ്കിലും വീട്ടിലെല്ലാരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഫുഡ് കഴിക്കലും കെട്ടിപ്പിടിച്ചുള്ള ഉറക്കവും എന്ത് രസമാ. ഈ പറയുന്ന സുധിയേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചൊക്കെ കിടന്നുകൊണ്ടിരുന്നേ. ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടക്കും. അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി എന്ത് രസമായിരുന്നു അറിയാമോ. ഇത് കേട്ടപ്പം പക്ഷെ പറഞ്ഞു, ഓഹോ അപ്പൊ നിനക്കിപ്പൊ അങ്ങനെ ഒരുമിച്ച് പോയി കിടക്കണായിരിക്കും എല്ലാവരോടും ഒപ്പം. ആയിക്കോട്ടെ, ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല. നീ തന്നെ പൊക്കോ, എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് പറയണം. നീ എന്തൊക്കെ പറഞ്ഞിട്ടാ വർഷയെ പോണേ? അതെ, എനിക്ക് ജോലിയുണ്ട്, സ്റ്റുഡിയോ സമയത്ത് ചെല്ലണം, ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറയണം. എന്തിനു ഞാൻ നിൽക്കണേ? എനിക്ക് അതിന്റെ കാര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചവിട്ടി തുള്ളി അങ്ങോട്ട് വർഷ പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഒന്ന് രണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് വർഷം അങ്ങോട്ട് ഇറങ്ങിച്ചിട്ട് പറഞ്ഞു, അതെ ചേച്ചിമാരെ ചേട്ടന്മാരെ അവിടെ നിൽക്കാൻ പറയാം. എന്താ കാര്യം? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലമല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് പോരെ, ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കിടക്കാന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു, നീ എന്തൊക്കെയാ വർഷേ പറയണേ? ഇതാരോടാ എന്താ പറയണെന്ന് അറിയാവോ? ഇത് കേട്ടത് അവര് പരസ്പരം അന്തം വിട്ട് നോക്കുക. അവർക്കൊന്നും മനസ്സിലായില്ല. അല്ല, നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? എല്ലാവരും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം, അങ്ങനെയാണ് എന്റെ ഭർത്താവ് പറയണേ. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കിടക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കുടുംബമായിട്ട് ഇവിടെ കഴിയാന്ന് പറയാം. ശ്രീകാന്ത് പെട്ടെന്ന് അവരോട് ഒന്ന് സോറി കേട്ടോ, പക്ഷെ നീ പോകാനാണ് പോകാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് വർഷനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. പിന്നീട് എന്നിട്ട് സോറി, അവള് പറഞ്ഞു ഒന്നും മനസ്സ് വിചാരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരോട് സോറിയും പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങോട്ട് കയറിപ്പോവാ. ശ്രീകാന്തിന് ആകെപ്പാടെ നാണക്കേട് തോന്നി. ആ സമയം അവര് പരസ്പരം നോക്കുക, ഈ പെൺകുട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. പിന്നീട് ദേഷ്യപ്പെട്ട് വർഷം അങ്ങോട്ട് പോകുന്ന റോഷന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് കാണുവാണ്. ആഹാ, ഇവള് തന്നെയുള്ളല്ലോ, ഇവൾ എങ്ങോട്ടാ പോകുന്ന പോലും. ആ സമയം വർഷ ഫോൺ വിളിക്കുകയാണ് രേവതിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. എന്തിനാ കാണുന്നേ? അതൊക്കെ ഉണ്ട്, അത് നേരിട്ട് കണ്ട് പറയാനുള്ള കാര്യം. ആ പാർക്കിന് അങ്ങോട്ട് വരാവോ? ഞാൻ അവിടെ കാണും, എനിക്ക് രേവതി ചേച്ചിയോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയാം. ശരി വരാന്ന് രേവതി പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ഒരോട്ടയ്ക്ക് കൈ കാണിച്ച് അത്തയിലേക്ക് കയറി പോവാണ് വർഷം. ഈ സമയം അവിടെ നിന്ന് അവന്മാരെന്ത് ചെയ്യുക, നേരെ റോഷനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിന്റെ പറ്റിച്ചിട്ട് പോയ അവളുണ്ടല്ലോ ആ വർഷം, അവളാണ്ട് ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറി പോയിട്ടുണ്ടെന്ന് പറയാം. എടാ നിങ്ങൾ എന്ത് നോക്കിക്കുക, അവളെ ഫോളോ ചെയ്യാൻ പറയാണ്. എങ്ങോട്ടാ പോകുന്നതിനുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറയാം. അവള് തന്നെ ഉള്ളെന്ന് പറയണം. തന്നെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായെന്ന് പറയാം. അവളെ ഞാൻ നോക്കി വെച്ചിരിക്കുവായിരുന്നു, തക്കം പാർത്തിരിക്കുവായിരുന്നു കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിലൊരു തീരുമാനം. കുറച്ച് ദിവസമായി അവളെ ഞാൻ തപ്പി നടക്കുന്നു പറയാം. പിന്നീട് രോഷൻ നേരെ അവന്മാര് പറഞ്ഞ സ്ഥലത്തേക്ക് വരുവാണ്. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ വർഷം നേരെ പാർക്കിലേക്ക് പോവാണ്. പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വർഷം നേരെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ പോയി ടേബിളിന്റെ അവിടെ ഇരിക്കുവാണ്. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വന്നു കഴിഞ്ഞപ്പം രേവതി ചോദിച്ചാൽ, എന്താ വർഷ കാണണമെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് എടുത്തിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനായിട്ട്? അത് പിന്നെ എനിക്ക് ശ്രീകാന്തിനെ കുറിച്ച് പറയാനുള്ളേ. ശ്രീകാന്തിനെ കുറിച്ച് പറയാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല. എന്നെ ചതിക്കുമല്ലേ ചെയ്തേ? നിങ്ങൾ എന്ത് വലിയ ചതിയെ ചെയ്തേ? വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മുങ്ങുമല്ലേ ചെയ്തേ? അതിന്റെ പേരിൽ ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടെന്നറിയാവോ? എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. അവസാനം എന്റെ ജീവിതം വരെ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയി. എന്നിട്ടോ നിങ്ങൾ നല്ല സുഖമായിട്ട് അങ്ങനെ ജീവിച്ചല്ലേന്ന് ചോദിക്കാം. അതൊരു അബദ്ധം പറ്റിപ്പോയതാ, രേവതി ചേച്ചി ക്ഷമിക്കാൻ പറയണം. അന്നത്തെ പോലെ ഒന്നും അല്ല ഇപ്പം. കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രണയമായിരിക്കും, പക്ഷെ കല്യാണത്തിന് ശേഷം അങ്ങനെയൊന്നും അല്ലെന്ന് പറയാം. രേവതി ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം?
ശ്രീകാന്ത് ഇനിയിപ്പോ പഴയ സ്വഭാവമൊന്നുമല്ല. കല്യാണത്തിന് മുമ്പ് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. അവനിപ്പോ വീട്ടുകാര്, കുടുംബം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, ആ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുള്ളൂ. അല്ലാതെ അവന് അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. എന്നെ സ്നേഹിക്കണം, എന്നെ ചേർത്ത് പിടിക്കണം എന്നൊരു ചിന്ത അവനില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വർഷം നേരത്തെ. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. പെട്ടെന്ന് രേവതി പറഞ്ഞു, വർഷം എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ഛൻ കാണും, അമ്മ കാണും, ഏട്ടനും ഏട്ടത്തിമാരും എല്ലാം കാണും. അവരെല്ലാരും കൂടെ ചേരുമ്പോ അല്ലേ ഒരു കുടുംബം ഉണ്ടാകുന്നേ. അതൊന്നും എനിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും തനിച്ചു മതി എന്ന് പറയാം. അതിനൊരു കുടുംബം എന്ന് പറയാൻ പറ്റുമോ വർഷേ? അതൊരു കുടുംബമാണെന്ന് ചോദിക്കാം. അതെന്താ കുടുംബമാകത്തെ? എന്റെ അച്ഛനും അമ്മയും തനിച്ചല്ലേ, പിന്നെ എന്താ കുഴപ്പം? ഞങ്ങൾ പിന്നെ ഏതെങ്കിലും വെക്കേഷൻ അവധിയൊക്കെ വരുന്ന സമയത്താണ് എല്ലാവരും ബന്ധുവീട്ടുകളിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ആരോടും ഇല്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുടുംബം, അത്ര മാത്രം എന്ന് പറയാം. വർഷ പറഞ്ഞു. വർഷയുടെ ഈ പറച്ചിൽ കേട്ടപ്പോ തന്നെ രേവതി പറഞ്ഞു, അതുകൊണ്ടായിരിക്കും വർഷയ്ക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത. നമ്മള് കുറച്ചൊക്കെ വിട്ടുകൊടുത്ത് ജീവിക്കാനായിട്ട് പഠിക്കണം. ഇപ്പൊ തന്നെ വർഷയുടെ പ്രശ്നം എന്നാ? ശ്രീകാന്ത് വേണ്ട പോലെ കെയർ ചെയ്യുന്നില്ല. അങ്ങനെ തോന്നാൻ കാരണം എന്താ? വർഷ ഒറ്റ പുത്രിയായിട്ട് വളർന്നു വന്നോണ്ടാ. പക്ഷെ ശ്രീകാന്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവര് കൂടപ്പുറപ്പായിട്ട് ജീവിച്ചു വന്നോണ്ടാ. അപ്പൊ ശ്രീകാന്തിന് അവരെല്ലാം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറയണേ. എന്തൊക്കെ തന്നെ ആയാലും എടുത്തി എനിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയാം. ശ്രീകാന്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം. കല്യാണം കഴിഞ്ഞ് 10 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം തുടങ്ങിയോന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്നൊന്നും ശ്രീകാന്തിന് മനസ്സിലാകുന്നില്ല. ശ്രീകാന്ത് പറയുന്നത് എനിക്കൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പക്ഷെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നേ? അതെനിക്കറിയത്തില്ല എങ്ങനെ ജീവിക്കുന്ന. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഒരു ബന്ധം നമുക്ക് പെട്ടെന്ന് തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പാ. പക്ഷെ അങ്ങനെയൊന്നും വീണ്ടും ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല രേവതി ചേച്ചി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ചേച്ചിയുടെ ജീവിതം എങ്ങനെയാ? ആ സച്ചിനെ പോലെ ഒരു കുടിയന്റെ കൂടെ അല്ലേ ചേച്ചി ജീവിക്കണേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അത് വർഷയുടെ തോന്നല് മാത്രമല്ലേ. എന്റെ സച്ചേട്ടൻ നന്മയുള്ളവനാ, എല്ലാവരുടെയും കരുണയുള്ളവനാ. അത് മാത്രമല്ല ഞാനെന്ന് വെച്ച ജീവനാന്ന് പറയാം. ചേച്ചിയുടെ അഭിനയം കൊള്ളാം. എന്റെ അടുത്ത് തന്നെ വേണോ ചേച്ചി ഈ കള്ളത്തരമൊക്കെ പറയാനായിട്ട്? എനിക്കറിയാവുന്ന സച്ചേട്ടൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറയാം. അത് വർഷയുടെ വെറും തോന്നല് മാത്രമല്ലേ, അങ്ങനെയൊന്നും അല്ലാന്നേ. എന്നെ അത്രയ്ക്ക് സ്നേഹമാ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നേ. പിന്നെ ഒരു കുടുംബമായിട്ട് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ വിഷമങ്ങളും വേദനകളും നമുക്ക് പറയാനായിട്ട് അവിടെ ആരെങ്കിലും കാണും. ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിലും എന്റെ വേദനകളും വിഷമങ്ങളും ഞാൻ അച്ഛനോട് പറയാണ്ട്. ഇപ്പൊ വർഷയ്ക്ക് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കേണ്ട വന്നേ? അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഒരു പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വർഷയ്ക്ക് ഈ ഫീലിങ്സ് തോന്നത്തില്ല. എല്ലാവരുടെ ഒപ്പം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടില്ല എന്ന് പറയണം. എനിക്ക് രേവതി ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കറിയത്തില്ല ശ്രീകാന്തിനോടൊപ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അവൻ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യം വരുമെന്ന് പറയാം. രേവതി പറഞ്ഞു, ഇനി നീ ജീവിക്കാൻ പഠിച്ചില്ല, അത്യാവശ്യമൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം, എങ്കിൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. കുറച്ചൊക്കെ ഒരു വിട്ടുകൊടുക്കലൊക്കെയാണ് ജീവിതം. അല്ലാതെ വർഷ പറയുന്ന തീരുമാനങ്ങൾ മാത്രം ശ്രീകാന്ത് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ശ്രീകാന്തിൻ്റെതായ അനിഷ്ടങ്ങൾ കാണും. അതോടൊപ്പം വർഷം നിൽക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പം വർഷയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വർഷം പറഞ്ഞു, ഓഹോ ഇപ്പൊ ചേച്ചി അവനോടൊപ്പം ആണെന്ന് നിൽക്കും. അതെ എനിക്കിതൊക്കെ പറയാൻ അറിയത്തുള്ളൂ. നിങ്ങളായി നിങ്ങളുടെ കുടുംബജീവിതമായി ഇനി എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ പോവല്ലേ രേവതി ചേച്ചി എന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബകാര്യത്തിന് ഇനി എന്നെ ഇടപെടിക്കാൻ വിളിക്കണ്ട. ഞാൻ വന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാളും വലിയ പ്രശ്നവും പിന്നെ അടുത്ത പ്രശ്നമാവും എനിക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുവാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു നിൽക്കാനും പറഞ്ഞു കുറേ വരുക. പക്ഷെ രേവതി ഇന്നില്ല. രേവതി അങ്ങോട്ട് കടന്നു പോവാ. ആ സമയത്ത് അങ്ങോട്ടേക്ക് രോഷൻ വന്നിട്ടുണ്ടായിരുന്നു. രോഷന്റെ വെറുതെയുള്ള വരവായിരുന്നില്ല. രോഷൻ കയ്യിൽ ഒരു കുപ്പിക്കകത്ത് കുറച്ച് ആസിഡൊക്കെ കരുതി വന്നേ. ഇത് അവളുടെ മുഖത്തൊഴിക്കണം, വർഷയുടെ മുഖത്തൊഴിക്കണം, അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് വന്നേ. ഇത് പക്ഷെ വർഷയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. വർഷ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവനെങ്ങനെ ആ കാറിന്റെ അടുത്ത് കാത്തു നിൽക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണുന്നത്. നാളെ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.